ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് യു എ ലേബർ ലോ, അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 30 മിനിറ്റ്സ് ക്ലാസ്സേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ജസ്റ്റ് എന്താണ് കുറച്ച് നമുക്ക് യു എ ലേബർ ലോയുടെ പ്രൊവിഷൻ, അതായത് ഫെഡറൽ ലോ നമ്പർ 33/2021 അനുസരിച്ചിട്ടാണ് യു എയിലെ ലേബർ ലോ പറയുന്നത്. അപ്പൊ ഈ യു എ ലേബർ ലോയിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് ലേബർ ലോ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്കോപ്പ് അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത്, പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെഫിനീഷൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം, ഒരു ജോലി എന്ന് പറയുമ്പോൾ എംപ്ലോയർ ഉണ്ടാവും, എംപ്ലോയി ഉണ്ടാവും. ഫസ്റ്റ് എംപ്ലോയർ എന്ന് പറഞ്ഞ ആരാണ്? യു എ ലേബർ ലോ പ്രകാരം എംപ്ലോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാന്ന് പറയാം. അപ്പൊ ഒന്നെങ്കിൽ ഇതൊരു നാച്ചുറൽ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സൺ ആകാം. അപ്പം ആരുടെ അണ്ടറിലാണോ, അല്ലെങ്കിൽ ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആരാണോ ജോലി ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ അണ്ടറിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അവരെയാണ് എന്തെന്ന് പറയുന്നത്, എംപ്ലോയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കർ. ഇവിടെ നമ്മൾ എംപ്ലോയി എന്ന് പറയുന്നതിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം വർക്കർ എന്ന് പറഞ്ഞിട്ടാണ്. വർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി. ആരാണോ ഈ എംപ്ലോയറുടെ അണ്ടറിൽ അവര് പറയുന്ന അവര് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ അവർ പറയുന്ന സ്കോപ്പിൽ വർക്ക് ചെയ്യുന്നത്, അവരാണ് വർക്കർ എന്ന് പറയുന്നത്. പിന്നെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ടെക്നിക്കലോ ഫിസിക്കലോ ആയിട്ടുള്ള എഫേർട്സ് ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്, അതിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇനിയുള്ളതാണ് ടേമാണ് വർക്ക് പെർമിറ്റ്. ഈ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടാവോ നിങ്ങള്? ഇവിടെ യു എയിൽ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും ഈ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഈ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്താൽ മാത്രമാണ് ആ എംപ്ലോയിക്ക് ലീഗലി യു എയിൽ അവരുടെ സർവീസ് അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അവര് ലീഗലി വർക്ക് ചെയ്യാൻ ഫിറ്റ് ആണ് അല്ലെങ്കിൽ എലിജിബിൾ ആണ് എന്ന് കാണിച്ചിട്ട് ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞു പോകുന്ന ടേംസിൽ എവിടെയെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പൊ തന്നെ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞത് എംപ്ലോയർ എന്ന് പറഞ്ഞ എംപ്ലോയി, അതുപോലെ തന്നെ നമ്മൾ എന്താണ് വർക്കാണ് കൊടുക്കുന്നത്, പിന്നെ വർക്ക് പെർമിറ്റ്. വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ എന്ത് ചെയ്യുന്നു, ആ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്താൽ മാത്രമേ ഒരു എംപ്ലോയിക്ക് ഇവിടെ യു എയിൽ ലീഗലി വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യാൻ അലോ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കോൺട്രാക്ട് എന്ന് പറയുന്നതാണ് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അതായത് ഒരു ലീഗൽ എഗ്രിമെന്റ് ആയിരിക്കും എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ എന്തുണ്ടാവും? ഇപ്പം നമ്മളിപ്പോ എവിടെയാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും യു എയിലാണെങ്കിലും ഫസ്റ്റ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. അപ്പം ഈ ഓഫർ ലെറ്ററിൽ എന്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സ് എങ്ങനെയാണ്, നമ്മുടെ മെയിൻ സ്കോപ്പ് ഓഫ് വർക്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ഓഫർ ലെറ്ററിലുള്ളത്. പക്ഷെ യു എനെ സംബന്ധിച്ച് യു എയിൽ ഈ എംപ്ലോയർ ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ലെറ്ററിന് വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ആ എംപ്ലോയ്മെന്റിന് കയറാനായിട്ട് അവർ തരുന്ന ഒരു ഡോക്യുമെന്റ്സ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലീഗലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു എയിൽ നോക്കുന്നത് ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആണ്. അപ്പം എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലായിരിക്കും ഇപ്പൊ നമുക്ക് ഓഫർ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം എംപ്ലോയീസിനുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണോ അവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും? എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലായിരിക്കും. അപ്പം രണ്ടുപേരുടെയും, എംപ്ലോയറുടെയും റെസ്പോൺസിബിലിറ്റി ആണ് ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളോട് ആദ്യം ഇനീഷ്യലി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയേഴ്സും ഇത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റ് ആണ് നമുക്ക് യു എയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട്
നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ ഹോളിഡേ, അതായത് വീക്കെൻഡ് ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ ആ ഹോളിഡേ, വീക്കെൻഡിന്റെ കാര്യമാണ്, നമ്മുടെ പബ്ലിക് ഹോളിഡേസ് അല്ല, നമുക്ക് വീക്ക്ലി ഓഫിന്റെ കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ സാലറി, ഇവിടെ സാലറിയുടെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ, പക്ഷെ എങ്കിലും ഇവിടെ കുറച്ചുകൂടെ അതിന് പ്രാധാന്യമുണ്ട്. അപ്പം അത് ബേസിക് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഹൗസിംഗ് അലവൻസ് ഉണ്ടാകും, ട്രാവലിംഗ് അലവൻസ്, ഇതൊക്കെ ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതർ അലവൻസുകൾ ഉണ്ടാവും. അപ്പം ഇത് എന്തൊക്കെയാണ് നമ്മുടെ ടോട്ടൽ സാലറിയുടെ ബൈഫിക്കേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇതാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊബേഷണറി പീരീഡ് ആണ്. അപ്പം നമുക്ക് പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഒരു ജോലിക്ക് കയറിയാലും നമുക്ക് അവിടെ ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും. അപ്പൊ അതിൽ എന്ത് ചെയ്യും, എംപ്ലോയർക്ക് നോക്കാം, എംപ്ലോയർ ഹയർ ചെയ്തിരിക്കുന്ന എംപ്ലോയി അവർ പറഞ്ഞിരിക്കുന്ന വർക്ക് ചെയ്യാനായിട്ടുള്ള അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫിഷ്യൻസിനെ വിലയിരുത്തുന്ന ഒരു പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത്. ഈ പ്രൊബേഷണറി പീരീഡ് ആർക്ക് ഫിക്സ് ചെയ്യാം, എംപ്ലോയർക്ക് ഫിക്സ് ചെയ്യാം. അപ്പം ഇതും എന്തിൽ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഈ പ്രൊബേഷണറി പീരീഡും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം പ്രൊബേഷൻ പീരീഡ് അതെങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഇതാണ് ഒരു ഡെഫിനേഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നോട്ടീസ് പീരീഡ് ആണ്. ഇപ്പം നമുക്ക് നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ നമുക്ക് എംപ്ലോയർക്ക് എംപ്ലോയീനെ കോൺട്രാക്റ്റിൽ നിന്ന് ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ദിവസത്തെ നോട്ടീസ് പീരീഡ് ആണ് കൊടുക്കേണ്ടത്, ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എവിടെ, നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് പീരീഡ് രണ്ട് പാർട്ടി ആണെന്നുണ്ടെങ്കിലും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യമായിരിക്കും ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡെഫിനീഷൻസ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുള്ളതുണ്ടോ? നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻസിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു സംശയം, നമുക്ക് റിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മള് 30 ദിവസം നോട്ടീസ് പീരീഡ്, ഇപ്പോ 30 ദിവസം നിർബന്ധമല്ല, നമുക്കൊരു നല്ലൊരു ഓഫർ കിട്ടി 2 ആഴ്ച ജോയിൻ ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേറെ കമ്പനികളിൽ, അതോ ഈ 30 ഡേയ്സ് നമ്മൾ നിർബന്ധമായിട്ട് നിൽക്കുന്നതായിട്ട് വരും? അത് ഞാൻ പറയാം. അത് നമ്മൾക്ക് വേറൊരു പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് വേറെ എംപ്ലോയ്മെന്റിലോട്ട് മൂവ് ചെയ്യുന്ന കാര്യമുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. പീരീഡിലല്ല, നമുക്ക് 2 വർഷത്തിന് വിസ അടിച്ചിട്ട് നമ്മള് ഇനി ഇപ്പോ ഒരു 2 മാസത്തെ ബാക്കിയുള്ളൂ, അപ്പൊ ആ സമയത്ത് ഓക്കെ, പ്രൊബേഷൻ പീരീഡിലല്ലാതെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഈ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് മിക്ക കമ്പനികളിലും പറയുന്നത് 30 ഡേയ്സ് ആയിരിക്കും. അപ്പം UAE ലേബർ ലോ പ്രകാരവും 30 ഡേയ്സ് ആണ് നോട്ടീസ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ എത്ര ദിവസമാണോ നോട്ടീസ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് ആ ദിവസമായിരിക്കും. ഇപ്പം കോൺട്രാക്റ്റിൽ ചിലർക്ക് 2 months ഉണ്ടാവാം, ചിലർക്ക് 3 months ഉണ്ടാകാം നോട്ടീസ് പീരീഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ നോക്കുക നോട്ടീസ് പീരീഡ് എത്ര ദിവസമാണെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഷോർട്ട് പീരീഡിൽ പോകണം. ഇപ്പൊ 1 month ആണ് നോട്ടീസ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് എവിടെ, എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ. പക്ഷെ നിങ്ങൾക്ക് 2 weeks സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നോട്ടീസ് പീരീഡ്. 2 weeks സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ 2 weeksനുള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയറുമായിട്ട് സംസാരിച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് അത്ര കാലം വർക്ക് ചെയ്തതിന്റെ ഒരു ലീവ് ഉണ്ടാവും, ലീവിന് എലിജിബിലിറ്റി ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ആ ലീവ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് മാറാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ്സ് ഇല്ല, പക്ഷെ നമുക്ക് 2 weeks സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി 2 weeks നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ 2 weeksന് എംപ്ലോയർ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 2 weeksന്റെ സാലറി എംപ്ലോയർക്ക് പേയ്മെന്റ് നടത്തണം. അങ്ങനെ നടത്തിയിട്ട് മാറാം. ഇനിയിപ്പം ഗ്രാറ്റുവിറ്റി നമുക്കൊരു 5000 കിട്ടാനുണ്ട്. അപ്പൊ ഏതാണ് വലുത് എന്നുണ്ടെങ്കിൽ, ഇപ്പോ പഞ്ചിത സാലറി എന്ന് പറയുമ്പോൾ നമ്മള് ആ 15 ദിവസം മാത്രം കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ഗ്രാറ്റുവിറ്റി അതുകൊണ്ട് കിട്ടാൻ കിട്ടുമോ, അതോ അറിഞ്ഞു വെക്കാൻ എന്തെങ്കിലും?
ഇല്ലില്ല, ഗ്രാറ്റുവിറ്റി ബാധ്യത. 1 ഇയർ കംപ്ലീറ്റ് ആയതാണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റി എന്തായാലും കിട്ടും. പിന്നെ നമുക്ക് 15 ദിവസം കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ 15 ദിവസം സാലറി കൊടുത്തിട്ട് 15 നമുക്ക് ദിവസത്തെ 15 ദിവസത്തെ സാലറി നമുക്ക് കൊടുത്തിട്ട് മാറാം. അത് എംപ്ലോയറിനെ അനുസരിച്ചിരിക്കും. ചില എംപ്ലോയേഴ്സിന് നമ്മൾ ചിലപ്പം 1 മന്ത് നോട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലേബർ ലോ പ്രകാരം നമ്മൾ 15 ഡേയ്സ് സാലറി കൊടുക്കണമെന്നാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ എംപ്ലോയറുമായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പം അവർ നമ്മുടെ അടുത്ത് പറയും. ചിലപ്പം എല്ലാവർക്കും ഈ ചിലർ 15 ഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചിലർ എഗ്രി ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സാലറി 15 ഡേയ്സിന്റെ സാലറി കൊടുക്കേണ്ടി വരത്തില്ല. അപ്പൊ അത് ടോട്ടലി എംപ്ലോയറിന് ഡിപ്പെൻഡ് ആയിട്ടാണ്. പക്ഷെ ഗ്രാറ്റുവിറ്റി അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എത്രയാണോ ഗ്രാറ്റുവിറ്റി ഉള്ളത് ആ ഗ്രാറ്റുവിറ്റി അവർ തരും നമുക്ക്. ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. മാഡം ഹലോ. ഹലോ പറഞ്ഞോ. ഞാനിപ്പോ ഒരു കമ്പനിയിൽ 4 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. 3 വർഷം 10 മാസമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് 1 വർഷം കൂടി ശരിക്കും വിസ ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ ഒരു ജോലി കിട്ടിയായിരുന്നു. അവര് പറയുന്നത് ഗ്രാറ്റുവിറ്റി തരാൻ പറ്റില്ല, വിസ കംപ്ലീറ്റ് ചെയ്തില്ലെന്നുള്ളതാണ്. 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. നമ്മള് നോക്കുമ്പം 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിൾ ആണ്. 1 ഇയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വിസ 4 വർഷമായിട്ട് സെയിം കമ്പനിയിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? 3 വർഷമായിട്ട്? അതെ, സെയിം കമ്പനിയാണ്. ഫസ്റ്റ് വിസ എന്ന് പറഞ്ഞാൽ 3 വർഷമായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് വിസ ഇപ്പൊ ഒരു 10 മന്തേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർക്ക് വിസയുടെ കോസ്റ്റ് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. വിസയുടെ കോസ്റ്റ് റീഇംബേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഹോൾഡ് ചെയ്യാനും പറ്റത്തില്ല. ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന 3 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പൊ ആ 3 ഇയേഴ്സിന്റേതും പിന്നെ ഇപ്പൊ ഒരു 10 മന്ത്സും കൂടി ഉണ്ടല്ലോ, ആ 3 ഇയേഴ്സ് 10 മന്ത്സ് അതിന്റെ ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിൾ ആണ്. പക്ഷെ നോക്കണം, നമുക്ക് ചില കമ്പനീസിലൊക്കെ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് സാലറിയും ഓഫർ ലെറ്ററിൽ പറഞ്ഞിരുന്ന ബേസിക് സാലറിയും രണ്ടും രണ്ടായിരിക്കും ചില കമ്പനികളിൽ, എല്ലാ കമ്പനികളിലല്ല. അപ്പൊ അതൊന്ന് എൻഷുർ ചെയ്യണം, എത്രയാണോ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് സാലറി എന്നുള്ളത്. അപ്പൊ ആ ബേസിക് സാലറിനെ വെച്ചിട്ട് ഗ്രാറ്റുവിറ്റി കിട്ടും. ഇനിയിപ്പോ അങ്ങനെ ഗ്രാറ്റുവിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കേസ് സംശയമുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3 വർഷത്തിന് വിസ അടിച്ചുകൊണ്ടുണ്ടെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഫിനിഷായി. പിന്നെ രണ്ടാമത് നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പുതിയൊരു കോൺട്രാക്ട് ചെയ്യൂലേ? അപ്പൊ അത് 2 വർഷത്തിനല്ലേ വരാം. അപ്പൊ അത് കംപ്ലീറ്റ് അവർക്ക് ലീഗലായിട്ട് അല്ല, ഓക്കെ, അതെന്ന് പറയുന്നത് റിന്യൂ ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ റിന്യൂ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ റിന്യൂ ചെയ്യുമ്പം ഒന്നെങ്കിൽ നമുക്ക് ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അതിന്റെ ടേംസ് റിന്യൂ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ ടേംസ് റിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം ടേംസ് തന്നെ ആയിട്ട് പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നമ്മൾ എന്നാണോ ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് ആ ഡേറ്റ് തൊട്ടിട്ടേ നമുക്ക് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് റിന്യൂ ചെയ്തെന്ന് പറഞ്ഞിട്ട് റിന്യൂ ചെയ്തത് തൊട്ടിട്ട് പുതിയ ഡേറ്റ് അങ്ങനെയില്ല. എന്നാണോ നമ്മൾ ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തത് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് നമ്മള്. അങ്ങനെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരാള് പിന്നത്തെ റിന്യൂവൽ 1 മാസം മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പൊ അയാള് വ്യക്തി പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഇല്ലില്ല, അങ്ങനെ പ്രശ്നമില്ല. കമ്പനിക്ക് ഇത്രയും വിസന്റെ നല്ല നഷ്ടം വരില്ലേ? ഇല്ല, അതെന്ന് പറയുന്നത് നമുക്ക് കമ്പനിക്ക് നഷ്ടമാണ്. ഇത് കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ലീഗലി കമ്പനിക്ക് ഒരു കോൺട്രാക്ട് നമ്മൾ ചെയ്തിട്ട് ആ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്ന സമയത്ത് വേറൊരു ജോലിക്ക് മാറി എന്ന് പറഞ്ഞിട്ട് വിസ കോസ്റ്റ് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് പക്ഷെ പ്രൊബേഷൻ പീരീഡിലാണെന്നുണ്ടെങ്കിൽ വ്യത്യാസമാണ്. ഇതിപ്പോ പ്രൊബേഷൻ പീരീഡ് അല്ല, റിന്യൂ ചെയ്യുന്ന സമയമാണ്. റിന്യൂ ചെയ്യുന്ന സമയത്ത് ലേബർ ലോ പ്രകാരം അങ്ങനെ നമ്മൾ അതായത് എംപ്ലോയി അവർക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല. ക്ലിയർ ആണോ? മാഡം ഒരു ഡൗട്ട് കൂടി. ഇപ്പൊ എന്റെ വിസ കമ്പനി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്റെ അക്കൗണ്ടന്റ് വിസയാണ്. അപ്പം എനിക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും ഇവിടെ അവര് കമ്പനി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാല്? ഓക്കെ, അത് കമ്പനിയുടെ അനുസരിച്ചിട്ടാണ്. അത് ശരിക്കും ഡെസിഗ്നേഷൻ വെച്ചിട്ടല്ല, ഓരോ കമ്പനിയുടേത് വെച്ചിട്ടാണ് അത് വരാറ്. ഇപ്പം ചിലര് 30 ഡേയ്സ്, ഇതിപ്പം അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ലേബർ ലോ പ്രകാരം അല്ല കേട്ടോ അത് പോകുന്നത്. അത് ഞാൻ കണ്ടിരിക്കുന്നത് ജനറലി 30 days to 90 days കാണാറുണ്ട് ഞാൻ ക്യാൻസലേഷൻ നടത്തി കഴിഞ്ഞിട്ട്.
ചിലർക്ക് 90 ഡേയ്സ് കിട്ടാറുണ്ട്. മാക്സിമം 90 ഡേയ്സ് വരെ കിട്ടും. ഏറ്റവും കുറഞ്ഞത് 30 ഡേയ്സ് എന്തായാലും നിൽക്കാൻ പറ്റും UAE-ല്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനിയിപ്പം ജസ്റ്റ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, എനിക്കൊന്ന് നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അറിയാം ലേബർ ലോവിനെ കുറിച്ചിട്ട്. എങ്കിലും ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്. ലേബർ ലോ വന്നതിന്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത്, UAE എന്ന് പറയുന്നത് രണ്ടുപേരുടെയും, അതായത് എംപ്ലോയറിനെ ആണെങ്കിലും എംപ്ലോയിനെ ആണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും റൈറ്റ്സിനെയും അതുപോലെ തന്നെ അവരെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ ടാലൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ഒരു കാര്യമാണ് ഈ ലേബർ ലോ. അതായത് നമുക്ക് UAE-ൽ തന്നെ പല സ്ഥലത്തു നിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണുള്ളത്. അപ്പൊ ഇവരെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ഇവിടുത്തെ ഈ ലോ സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം ലേബർ ലോ മാത്രമല്ല, എല്ലാ ലോയും ദുബായിയുടേതാണെങ്കിലും UAE-യുടേതാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോ ആണ്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോ ആവുമ്പം നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ആവുമെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, ഫ്യൂച്ചർ ടാലൻസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇവരിങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോ വെച്ചിരിക്കുന്നത്. രണ്ടാമത് എന്താണ്, എംപ്ലോയർക്ക് ഒരു നല്ലൊരു എൻവയോൺമെന്റ്, ബിസിനസ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, ഈ ലേബർ ലോ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലേബർ ലോയിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എംപ്ലോയ്മെന്റ് എംപ്ലോയി റിലേഷൻഷിപ്പ് അത് റെഗുലേറ്റ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ലേബർ ലോയിലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ലേബർ ലോയിനെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന UAE പ്രൈവറ്റ് സെക്ടറിനെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സ്കോപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സ്കോപ്പിൽ വരാത്തവരാണ് നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതായത് ഗവൺമെന്റ് എൻറ്റിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് UAE ലേബർ ലോ ആപ്ലിക്കബിൾ അല്ല. ഇത് UAE-ലെ പ്രൈവറ്റ് സെക്ടറിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് അങ്ങനെയുള്ളവർക്കും ഇത് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. ഇതാണ് മെയിൻ ആയിട്ട് സ്കോപ്പും ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് UAE-ൽ ഒരു എംപ്ലോയിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവിടെ ലീഗലി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ഹലോ ഓക്കെ. നമുക്ക് UAE-ൽ മെയിൻ ആയിട്ട് എല്ലാവരും വരുന്നത് നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നു. ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് മിക്കവരും ഫോളോ ചെയ്യുന്നത്. പക്ഷെ ലീഗലി നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ലീഗലി നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടിയാലും നമുക്ക് കമ്പനിയിൽ നിന്ന് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലീഗലി ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ വർക്ക് പെർമിറ്റ് കിട്ടുന്നതിന് മുന്നേ ആണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അത് കമ്പനിക്ക് ചെക്കിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പം ഇവര് അങ്ങനെ ഒരു എംപ്ലോയിനെ കണ്ടു കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, പീനലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഒരു സംശയം, അതായത് ഇപ്പോ ഞാൻ വേറെ കമ്പനിയിൽ ജോലി കിട്ടി, അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടി. അപ്പൊ ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞാല് അഥവാ എനിക്ക് ഞാൻ ഈ ഉള്ള കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ ഇപ്പൊ 30 നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് അവർക്ക് വേറെ നല്ല കാൻഡിഡേറ്റ് അവർ ഹയർ ചെയ്തു. ആ സമയത്ത് ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ അവർ വേറെ ആളെ ഹയർ ചെയ്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ റൂള്? ആ സിറ്റുവേഷനിൽ ഞാൻ പറയാം. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേബർ ലോ അനുസരിച്ചിട്ട് പറയുന്നത് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കമ്പനിയും അതുപോലെ തന്നെ എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. ക്ലിയർ ആയില്ല എനിക്ക്. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാല് റിലേഷൻ സ്റ്റാർട്ട് ആവും, ഇല്ലില്ല. ഓഫർ ലെറ്ററിന് വാലിഡിറ്റി എന്ന് പറയുന്നത് ലീഗലി നോക്കുമ്പോൾ വാലിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടത്തേത് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് വർക്ക് പെർമിറ്റ് കിട്ടണം, അല്ലെങ്കിൽ ആ നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടല്ലോ, വർക്ക് കോൺട്രാക്ട്, അത് സൈൻ ചെയ്ത് കഴിയുമ്പോൾ തൊട്ടിട്ടാണ് ആ റിലേഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. പക്ഷെ അത് സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ
പ്രീവിയസ് വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ അവർക്ക് വർക്ക് പെർമിറ്റ് അടിക്കാൻ പറ്റും. അതായത് നമ്മുടെ ആദ്യത്തെ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ യൂഷ്വലി കമ്പനീസ് ഒന്നും അങ്ങനെ ഒരു ഓഫർ ലെറ്റർ തന്നിട്ട് പിന്നീട് അത് റിവോക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അതിനെക്കുറിച്ച് ഇത് ലേബർ ലോയിൽ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ എന്നാണോ വർക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് അന്ന് തൊട്ടിട്ടേ ലീഗലി നമുക്ക് ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് രണ്ടുപേർക്കും ഒബ്ലിഗേഷൻ വരത്തുള്ളൂ, ലീഗലി ബൈൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ചില കേസിൽ വർക്ക് പെർമിറ്റ് കിട്ടാത്ത കേസുകളുണ്ട്. അതായത് യൂഷ്വലി ഇവിടെ എല്ലാവർക്കും വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും ചില കാറ്റഗറി ഓഫ് വർക്കിൽ അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാത്ത കേസുണ്ട്. അപ്പൊ ഈ വർക്ക് പെർമിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ എംപ്ലോയർ ആ ലയബിലിറ്റി സ്റ്റാർട്ട് ആക്കുന്നത്. ചില ഓഫർ ലെറ്ററിൽ പറയുന്നുണ്ടായിരിക്കും വിസ അപ്രൂവലിന്റെ അത് സബ്ജക്ട് ചെയ്തിട്ടായിരിക്കും അവർ വെക്കുന്നത്. സബ്ജക്ട് ടു വിസ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് അവർ ചില ഓഫർ ലെറ്ററിൽ വെക്കാറുണ്ട്. അപ്പൊ അതിനർത്ഥം അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ ഈ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ ലീഗലി. ക്ലിയർ ആണോ അത്? ഹലോ, ഓക്കെ കണ്ടിന്യൂ പ്ലീസ്. ഓക്കെ. എനിക്ക് വേറെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഇത് നമുക്ക് ലീഗലി UAE സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടുമ്പോഴും അത് നമ്മൾ ആ ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, നമ്മൾക്ക് ഏത് ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് ആണ് നമ്മുടെ, ആ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എംപ്ലോയർക്ക് എന്താണ്, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്രൂട്ട് ചെയ്തതിന്റെ പേരിലുള്ള യാതൊരു എക്സ്പെൻസുകളും എടുക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും കളക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പം നിങ്ങൾ ചിലപ്പം ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പം ചിലർ പറയും ഓക്കെ നമ്മൾ വിസ തരാം, പക്ഷെ വിസയുടെ കോസ്റ്റ് നിങ്ങൾ റീഇംബേഴ്സ് ചെയ്യണമെന്ന് പറയും. അതായത് നിങ്ങൾ മന്ത്ലി സാലറി നമ്മൾ കട്ട് ചെയ്യും അങ്ങനെയൊക്കെ പറയുന്ന കമ്പനീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മുടെ വിസയുടെ കോസ്റ്റ് എംപ്ലോയർക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അത് ലേബർ ലോ പ്രകാരം പ്രൊഹിബിറ്റഡ് ആണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനിയിപ്പം വർക്ക് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 തരത്തിലാണ് ഇവിടെ മെയിൻ ആയിട്ട് വർക്ക് പാറ്റേൺ പറയുന്നത്. ഒന്ന് ഫുൾ ടൈം എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പോകുന്നത് പോലെ തന്നെ നമ്മൾക്ക് എത്രയാണോ വർക്കിംഗ് ഡേയ്സ് ഉള്ളത് ആ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് എത്ര വർക്കിംഗ് അവേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അത് പോകുന്നു, ത്രൂ ഔട്ട് നമ്മൾ പോകുന്നു. അതാണ് ഫുൾ ടൈം എന്ന് പറയുന്നത്. ഇനി പാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ അതിലധികം എംപ്ലോയേഴ്സിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിലെങ്ങനെയായിരിക്കും നമുക്ക് അവർ പറയുന്ന സ്പെസിഫൈഡ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഡേയ്സ് ആയിരിക്കും നമ്മൾ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനാണ് പാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട് ടൈം ആണെങ്കിൽ നമുക്ക് ഒരു എംപ്ലോയർ ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സ് ഉണ്ടാവും. പിന്നെ ടെമ്പററി വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് പാറ്റേൺ ഉണ്ട്. അപ്പൊ ടെമ്പററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കമ്പനികൾ കോൺട്രാക്ട് ബേസിസിൽ അല്ലെങ്കിൽ ടെമ്പററി അവരുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലോട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്, ടെമ്പററി വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർക്ക് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് അന്ന് വരെ ഉണ്ടാവത്തുള്ളൂ ഇവരുടെ കോൺട്രാക്ട്. ഒന്നെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയം വരെ, അല്ലെങ്കിൽ ഈ ഹയർ ചെയ്യുന്ന സമയത്ത് എത്ര പീരീഡിലോട്ടാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയം വരെ ആയിരിക്കും അവരുടെ ലീഗലി അവർ തമ്മിലുള്ള ഒരു എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, എംപ്ലോയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ 4 ടൈപ്പ് ഓഫ് വർക്കാണ് യൂഷ്വലി വർക്കിംഗ് പാറ്റേൺസ് ആണ് ഇവിടെ UAE ഉള്ളത്. ഫുൾ ടൈം ഉണ്ടാവും. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്ന അതായത് ഏതൊക്കെയാണോ വർക്കിംഗ് അവേഴ്സ് ആ വർക്കിംഗ് അവേഴ്സിൽ ഏതൊക്കെ വർക്കിംഗ് ഡേയ്സ് ആണോ എംപ്ലോയർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അത് നോർമൽ ആയിട്ട് വരുന്നത്. പിന്നെ പാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ അതിലധികം എംപ്ലോയറിന്റെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് സ്പെസിഫൈഡ് അവേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് വർക്കിംഗ് ഡേയ്സ് സ്പെസിഫൈഡ് ഡേയ്സിലായിരിക്കും മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ടെമ്പററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ടെമ്പററി ആയിട്ട് ഒരു സ്പെസിഫൈഡ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്
ഒന്നെങ്കിൽ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ കംപ്ലീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും, ആ ഒരു ടൈം കഴിയുന്നോടം വരെ. പിന്നെ ഒരു ഇതുള്ളത് ഫ്ലെക്സിബിൾ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് ചില വർക്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ജോബ് പോലെ അല്ല, അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ജോബ്സ് പോലെ ഒരു സ്പെസിഫൈഡ് വർക്കിംഗ് അവേഴ്സ് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതായത് ഇപ്പൊ നഴ്സുമാരുടെ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഷിഫ്റ്റാ, അപ്പൊ അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നഴ്സുമാരുടെ അല്ല ഞാൻ പറയുന്നത്, ഇത് ആ ഒരു എക്സാമ്പിൾ അല്ല. ചില വർക്കിംഗ് അവേഴ്സിൽ നമുക്ക് ഒരു ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവും. അപ്പം അതിൽ നമുക്ക് ഈ ഡേയ്സിലായിരിക്കും അല്ലെങ്കിൽ ഇന്ന വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ആയിട്ടുള്ളതിന് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന വർക്ക് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്ന എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 4 വർക്കിംഗ് പാറ്റേൺസിൽ ഏതാണോ ആ വർക്കിംഗ് പാറ്റേൺ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാകുമ്പം 2 കോപ്പീസ് ഉണ്ടാവും. ഒരു കോപ്പി എംപ്ലോയർ സൂക്ഷിക്കുന്നതും ഒരു കോപ്പി എംപ്ലോയി സൂക്ഷിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2 കോപ്പി ഉണ്ടെന്നും ഒരു കോപ്പി എംപ്ലോയറുടെ കയ്യിലും എംപ്ലോയറുടെ കോപ്പി ആയിട്ട് ഒരു കോപ്പി എംപ്ലോയിയുടെ കോപ്പി ആയിട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഇതിലൊരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എടുക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ എല്ലാം ലിമിറ്റഡ് കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇനീഷ്യൽ ടൈം എന്ന് പറയുന്ന എല്ലാം തന്നെ 2 years അല്ല 3 years ആയിരിക്കും. അപ്പം ആ ഒരു സ്പെസിഫൈഡ് പീരീഡിലോട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യുന്നത്. പിന്നെ അത് റിന്യൂവൽ, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇത് സബ്ജക്ട് ടു റിന്യൂവൽ ആണ്. 2 പാർട്ടീസും അതിന്റെ ഒരു എഗ്രിമെന്റ് പ്രകാരം ഇത് സബ്ജക്ട് ടു റിന്യൂവൽ ആയിരിക്കും. ഇനി നമ്മൾ ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പുതിയ ടേംസ് ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പുതിയ ടേംസ് ആഡ് ചെയ്തിട്ട് പറയാം, ഇല്ലെങ്കിൽ പുതിയ ടേംസ് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണോ ടേംസ് ഉള്ളത് ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ മെയിൻ ഉള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് കിട്ടുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടെന്ന് എൻഷുർ ചെയ്യണം. ഇനിയാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിയുടെ എങ്ങനെയാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എംപ്ലോയർക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പീരീഡാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊബേഷൻ പീരീഡിനെ കുറിച്ച് ലേബർ ലോ പറയുന്നത്, ഒരു എംപ്ലോയർക്ക് വർക്കറെ എന്താക്കാം, പ്രൊബേഷണറി പീരീഡിൽ വർക്ക് ചെയ്യിക്കാം. പക്ഷേ ഈ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരിക്കലും 6 months കൂടാൻ പാടില്ല. എന്നാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് മാക്സിമം 6 months വരെ പ്രൊബേഷൻ പീരീഡ് ആയിട്ട് ഒരു വർക്കറെ എംപ്ലോയർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് ഓഫർ ലെറ്റർ കിട്ടുമ്പോഴും അതിൽ ഒരു 6 months എബോ പ്രൊബേഷൻ പീരീഡ് ഉണ്ടെങ്കിൽ ലീഗലി അങ്ങനെ 6 months എബോ പ്രൊബേഷൻ പീരീഡ് എംപ്ലോയർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ റൈറ്റ്സ് ആണത്, അത് ക്ലിയർ ആക്കണം. ഇനി ഈ 6 months ഇപ്പൊ നിങ്ങൾക്ക് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന 6 months ആണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയർക്ക് ഒരു 14 days നോട്ടീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പ്രൊബേഷൻ പീരീഡിൽ ഇപ്പം എംപ്ലോയർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങൾ ആ ഒരു ജോബിന് ഫിറ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എംപ്ലോയർക്ക് നിങ്ങളുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാം. ടെർമിനേറ്റ് ചെയ്യുന്നതിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾക്ക് 14 days നോട്ടീസ് തരണം. ഇനിയിപ്പം ഈ 14 days നോട്ടീസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 14 days സാലറി എംപ്ലോയർ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തിയിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കമ്പനികൾ ആദ്യം നിങ്ങൾക്ക് ഒരു 6 months പ്രൊബേഷൻ തരും. അത് കഴിഞ്ഞിട്ട് 6 months കഴിയുമ്പം ഈ എംപ്ലോയർ പറയും നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ചതുപോലെ ആയിട്ടില്ല, അപ്പൊ നമ്മൾ നിങ്ങൾക്ക് അഡീഷണൽ ഒരു 3 months കൂടി പ്രൊബേഷൻ തരുവാണെന്ന് പറയും. അല്ലെങ്കിൽ 6 months എന്ന് വേണ്ട, ഒരു 3 months ആണ് ഇനീഷ്യൽ നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് തന്നത്, പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു പ്രൊബേഷൻ പീരീഡ് തരുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എംപ്ലോയർക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് മാത്രമേ കൊടുക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ. UAE ലേബർ ലോ പ്രകാരം ഒരു പ്രൊബേഷൻ പീരീഡേ നമുക്കുള്ളൂ. അല്ലാതെ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പീരീഡ് ഇല്ല. അപ്പം ഒരു പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രൊബേഷൻ പറയുമ്പോൾ നിങ്ങൾ പറയണം ലീഗലി ഒരു പ്രൊബേഷൻ മാത്രമേ UAE ഉള്ളൂ. അപ്പൊ ഇതിപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 6 months ആണ് 6 months, 3 months ആണ് 3 months. പക്ഷെ ഏത് പ്രൊബേഷൻ ആണെന്നുണ്ടെങ്കിലും 6 months കൂടുതൽ പ്രൊബേഷൻ ഇല്ല UAE.
ഇനിയാണ് നമുക്ക് പ്രൊബേഷണറി പീരീഡിൽ എംപ്ലോയിക്ക് വേറൊരു ജോലി കിട്ടി. അപ്പോൾ വേറൊരു ജോലി കിട്ടിയിട്ട് ഈ നമ്മൾ പ്രൊബേഷൻ പീരീഡ് ഇപ്പോൾ കമ്പനിയിൽ 6 മന്ത്സ് പ്രൊബേഷൻ പറഞ്ഞു. ആ 6 മന്ത്സിനുള്ളിൽ എംപ്ലോയിക്ക് വേറൊരു ജോലി കിട്ടി. എംപ്ലോയി വേറൊരു കമ്പനി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ജോലിയിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മാറാൻ വേണ്ടിയിട്ട് എംപ്ലോയർക്ക് 30 ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. അതും നമ്മളിങ്ങനെ വാക്കാൽ വെർബലി പറയുന്നതല്ല, ഇവിടെ എപ്പോഴും റൈറ്റിംഗ് ആയിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ വേറൊരു ജോലിയിലോട്ട് മാറുവാണ് പ്രൊബേഷൻ പീരീഡിൽ മാത്രമല്ല, എങ്ങനെ നമ്മൾ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണെങ്കിലും മാറുന്നതിൽ നമ്മൾ എന്നാണോ ഫോർമലി നമ്മുടെ എംപ്ലോയറെ അറിയിക്കുന്നത് ആ ദിവസം തൊട്ടിട്ട് 30 ഡേയ്സ് ആണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പ്രൊബേഷൻ പീരീഡിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 30 ഡേയ്സ് നോട്ടീസ് കൊടുത്തിരിക്കണം ഇൻ കോമ്പൻസേഷൻ റൈറ്റിംഗ്. കൊടുക്കണ്ടേ? ഇല്ല, 30 ഡേയ്സ് നോട്ടീസ് നിങ്ങൾ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് വിസയുടെ കോസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. വിസയുടെ കോസ്റ്റ് എംപ്ലോയർക്ക് കളക്ട് ചെയ്യാം. പുതിയ എംപ്ലോയർ ഉണ്ടല്ലോ നിങ്ങളുടെ, പുതിയ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് അവർക്ക് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ലേബർ ലോ പ്രകാരം, ഓക്കെ. 30 ഡേയ്സ് നോട്ടീസ് കൊടുത്താലും. ഇനിയിപ്പം ഇതിപ്പോ നിങ്ങൾ വേറൊരു ജോലിയിലോട്ട് മൂവ് ചെയ്യുന്ന കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറൊരു ജോലിയിലോട്ട് മൂവ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇവിടുന്ന് തന്നെ പോവാണ്, യു എന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 14 ഡേയ്സ് നോട്ടീസ് കൊടുത്താലും മതി. പിന്നെ ഇനിയിപ്പം നിങ്ങൾ ഈ നോട്ടീസ് കൊടുത്തു, നിങ്ങൾ നാട്ടിലോട്ട് പോയിട്ട് തിരിച്ച് 3 മന്ത്സിനുള്ളിൽ വന്ന് പുതിയ വർക്ക് പെർമിറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പുതിയ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഈ കോസ്റ്റ് അതായത് വിസയുടെ കോസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇതില് നമ്മൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇടയ്ക്കൊന്ന് ബാൻ ഇല്ലെന്ന് പറയായിരുന്നു. പക്ഷെ ഈ ഒരു കേസിൽ പുതിയ ലേബർ ലോ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കൺട്രി നമ്മുടെ നോട്ടീസ് കൊടുക്കാതെ, ഇപ്പൊ 30 ഡേയ്സ് നോട്ടീസ് ആണ്, എംപ്ലോയി റിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ പറയുകയാണെന്നുണ്ടെങ്കിൽ 14 ഡേയ്സ്. അപ്പൊ നമ്മൾ ഈ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർക്ക് നമുക്ക് 1 ഇയർ നമുക്ക് വർക്ക് പെർമിറ്റ്, അതായത് 1 ഇയർ ബാൻ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഇത് ക്ലിയർ ആണോ പ്രൊബേഷൻ പീരീഡിൻ്റെത്? പ്രൊബേഷൻ പീരീഡിന്റെ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. 6 മന്ത്സ് ആണ് മാക്സിമം പ്രൊബേഷൻ ഉള്ളൂ. ഒരു എംപ്ലോയർക്ക് നിങ്ങളെ 2 പ്രൊബേഷൻ പീരീഡിൽ നിർത്താനായിട്ട് പറ്റില്ല. പിന്നെ എംപ്ലോയർ ആണ് ഈ പ്രൊബേഷൻ പറഞ്ഞു. ഈ പ്രൊബേഷൻ പീരീഡിലല്ലാതെ നമ്മളിപ്പോ 2 വർഷത്തിന് വിസ അടിച്ചിട്ട് നമ്മളിപ്പോ 1 വർഷം ഒരു 9 മാസം കഴിഞ്ഞാണ് പോണത്. പിന്നെ നമുക്ക് 3 മാസത്തെ വിസന്റെ ടൈം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്താണെങ്കിൽ നമ്മൾ ഈ മാസത്തെ വിസന്റെ പൈസ കൊടുക്കേണ്ടി വരും. അതിന്റെ റൂൾ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മൾ പ്രൊബേഷൻ പീരീഡിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ലേബർ ലോ പ്രകാരം എംപ്ലോയർക്ക് നമ്മുടെ വിസ കോസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് വരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് പോകുന്നതിൽ നമ്മൾ 1 മന്ത് നോട്ടീസ് മാത്രമേ ഉള്ളൂ. 7ാമത്തെ മാസം നമുക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾക്ക് എത്രയാണോ നോട്ടീസ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് ആ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എംപ്ലോയർക്ക് ലീഗലി വിസ കോസ്റ്റ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് മെയിൻ ഇനി ഉള്ള കാര്യങ്ങൾ ലേബർ ലോയിൽ പറയുന്നത് നിങ്ങൾക്കറിയാലോ നമുക്ക് എന്തൊക്കെയാണ് ഹോളിഡേയ്സ് ഉള്ളത്, അതുപോലെ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്താൽ എന്തൊക്കെയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഗ്രാറ്റുവിറ്റി അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ലീവ് സാലറിയുടെ എലിജിബിലിറ്റി, പിന്നെ നോൺ കോമ്പറ്റീഷൻ ക്ലോസ് ഉണ്ട്, നമുക്ക് നോൺ കോമ്പറ്റീഷൻ ക്ലോസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോ പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടെന്നാണോ പറഞ്ഞത്? നമ്മൾക്ക് ഇനിയിപ്പോ
ഓക്കെ. ബാക്കി ക്ലാസ് ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടീം എന്തായാലും ക്ലാസ്സിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. ഇതിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഡൗട്ട് OT ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻ പറഞ്ഞോ. ഹലോ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പം 30 മിനിറ്റ്സ് ക്ലാസ് ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതെല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടേഷൻ ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകണമാണ്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, ശരി, താങ്ക് യു. അതായത് ഒരു സംശയം, അതിപ്പോ നമ്മളൊരാൾക്ക് വിസ അടിച്ചുമ്പോൾ അയാൾക്ക് പിന്നെ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് 4500 വന്നു. അതിൽ നമ്മളെ പിന്നെ നമ്മള് ജോബ് ലോസിന്റെ ഇൻഷുറൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അഡീഷണൽ ആയിട്ട് വേറെ എക്സ്പെൻസുകളൊക്കെ കൂടിയിട്ടാണ് ടോട്ടലാണ് 4500 വന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചില കമ്പനികളിൽ 300 അല്ലെങ്കിൽ 1500 ഇങ്ങനത്തെ ചെറിയ എമൗണ്ടുകൾ കട്ട് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞത് ഇത് ജോബ് ലോസിന്റെ പൈസ കട്ട് ചെയ്യും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? അതിന്റെ പ്രീമിയം ശരിക്കും അടയ്ക്കേണ്ടത് എംപ്ലോയി ആണ് പ്രീമിയം അടയ്ക്കേണ്ടത്. അത് എംപ്ലോയറുടെ ഉത്തരവാദിത്തമല്ല പ്രീമിയം അടയ്ക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വിസ എടുക്കുന്നതിന്, പഴയ വിസയല്ല, വിസ റിന്യൂ ചെയ്യുന്നതോ ഇവിടെ പുതിയതായിട്ട് വന്നിട്ട് ആരുടെ വിസ എടുക്കുന്നതിലും അതിൽ വിസ എടുക്കുന്ന സമയത്ത് ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടി അടയ്ക്കേണ്ട വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടയ്ക്കുന്നതിനാണ് അവർ ആ എമൗണ്ട് അവർക്ക് കളക്ട് ചെയ്യാം. അത് ഇഷ്യൂ ഇല്ല. കാരണം അത് എംപ്ലോയറുടെ ഉത്തരവാദിത്തം അല്ല. ഇപ്പൊ നമ്മൾ വിസന്റെ കൂടെ ആ ഒരു എമൗണ്ടും കൂടി ആഡ് ആയിട്ട് വരുന്നുണ്ട്. അതെ, വിസ കൂടുതൽ ആഡ് ചെയ്തിട്ടേ ഇപ്പൊ വരുന്നത്. അല്ല, അതിലാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും അത് എംപ്ലോയറുടെ ഉത്തരവാദിത്തം അല്ല. അതിപ്പം വിസയുടെ കൂടുതൽ ആഡ് ചെയ്ത് വരുന്നത് കൊണ്ട് എംപ്ലോയർ പേയ്മെന്റ് നടത്തുന്നതെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ശരിക്കും എംപ്ലോയിയുടെ ഉത്തരവാദിത്തമാണ് ആ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കണം എന്നുള്ളത്. അപ്പൊ അത് കളക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ അതുപോലെ വിസ മെഡിക്കലാണ് ഒരു 300 കട്ട് ചെയ്യുന്നുണ്ട്. വിസ മെഡിക്കലാണ് അത് ഇതൊക്കെ ഇത് നമ്മുടെ ലേബർ ലോ പ്രകാരം അങ്ങനെ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ചില കമ്പനികൾ എന്ന് പറയുന്നത്, ചില കമ്പനികൾ ഇപ്പം 2 ഇയർ കംപ്ലീറ്റ് ആവാൻ 1 മന്ത് മാത്രമേ ബാലൻസ് ഉള്ളെങ്കിലും ചില കമ്പനികൾ വിസ കോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ലീഗലി അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. ഇത് ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ലീഗലി അവർക്ക് കട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ലേബർ ലോയിൽ അവർക്ക് കട്ട് ചെയ്യാന്നുള്ളത് പറയുന്നില്ല. ഓക്കെ, ശരി. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.